ഹായ് എവരിവൺ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കോമീഡിയ വീണ്ടും എത്തിക്കാണ് വേറെ കുറച്ച് കൺഫ്യൂസിങ് ടേംസുമായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സമയം കളയാതെ തന്നെ കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടേം ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഒരു ടേമാണ്. പിന്നൊന്ന് ബിൽ ഓഫ് എൻട്രി ആണ്. പിന്നൊന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. ഈ 4 വാക്കുകളും നമ്മൾ ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ്. ബിൽ ഓഫ് ലേഡിംഗ് ആവട്ടെ, ബിൽ ഓഫ് എൻട്രി ആവട്ടെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആവട്ടെ, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്നുള്ള വാക്കുകളാവട്ടെ, ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ പലതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ കഴിഞ്ഞ +1 തന്നെ മോഡൽ എക്സാമിൻ്റെ കേസിനകത്തും ഈ പറയുന്ന 4 ഓപ്ഷൻസിനകത്ത് 3 എണ്ണം വന്നിട്ട് നമുക്ക് പല കൂട്ടുകാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഏത് എക്സാമിനാണെങ്കിലും, +1 എക്സാം ആണെങ്കിലും, ഇനിയല്ല നമ്മൾ ഒരു ഡിഗ്രി ലെവൽ നോക്കുകയാണെങ്കിലും, ഇനിയല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോർഷനിലാണെങ്കിലും ഈ പറയുന്ന ടേംസ് നമുക്ക് ഓഫൺ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കാം എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിൽ ഓഫ് ലേഡിംഗ് ആണ്. ഓക്കെ, ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത് ഷിപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതായത് നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണെന്ന് നമുക്ക് ജനറലി പറയാം. അതായത് ഒരു ഗുഡ്സിനെ, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മാതിരി ഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ്പോർട്ടർ. ആരാണോ ഗുഡ്സ് കയറ്റുമതി ചെയ്യുന്ന ആൾ, ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ആൾ, അയാളെ നമ്മൾ എക്സ്പോർട്ടർ എന്ന് വിളിക്കും. അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഗുഡ്സിനെ ഷിപ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് ഷിപ്പ് വഴിയാകാം, എയർ ആണെങ്കിൽ എയർ വഴിയാകാം, ലാൻഡ് വഴിയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഷിപ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ നമ്മൾ ഷിപ്മെൻറ്റിലേക്ക് ചെയ്യുമ്പോൾ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടണം അല്ലേ. ആ ഗുഡ്സിനെ ഷിപ്പിൽ കയറ്റി അത് എന്ത് ചെയ്യാൻ, നമ്മുടെ പോർട്ടിൽ നിന്ന് ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പെർമിഷൻ കിട്ടണം. ആ ഒരു പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനകത്ത് എന്താണ് ഗുഡ്സ്, എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏത് ഷിപ്പിലൂടെയാണ് അത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, ഏത് പോർട്ടിലാണ് അത് ഇറക്കാൻ പോകുന്നത്, ആ ഗുഡ്സിനെ നമ്മൾ ഇവിടെ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ഷിപ്പിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഏത് പോർട്ടിൽ പോയി ഇറങ്ങും, അതുകൂടാതെ ഏത് രാജ്യമാണ് ആ ഒരു ഗുഡ്സ് ഇറങ്ങാൻ പോകുന്ന പോർട്ടുള്ളത്, അതുകൂടാതെ ആരാണ് ഈ ഗുഡ്സിനെ വിൽക്കുന്ന എക്സ്പോർട്ടർ, സെല്ല് ചെയ്യുന്ന എക്സ്പോർട്ടർ, അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ്. അപ്പോൾ ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ഷിപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഗുഡ്സിനെ നമുക്ക് സെല്ല് ചെയ്യുന്ന ആളിൻ്റെ പോർട്ടിൽ നിന്ന് ബൈ ചെയ്യുന്ന ആളിൻ്റെ പോർട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഷിപ്പ് മാർഗമാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പോർട്ടിനകത്ത് നമുക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള വാക്ക് ബിൽ ഓഫ് എൻട്രി ആണ്. അപ്പോൾ നോക്കുമ്പോൾ രണ്ടും തമ്മിൽ ഏകദേശം സാമ്യം ഉണ്ടല്ലേ, ബിൽ ഓഫ് ലേഡിങ്ങും ബിൽ ഓഫ് എൻട്രിയും. ഇതാണ് നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിന് പല +1 കുട്ടികളെയും കുഴപ്പിച്ച 2 വാക്കുകൾ. ഒരു ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസും ഉണ്ടായിരുന്നു, 2 ഏതാ വരുന്ന ഉത്തരം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് ബിൽ ഓഫ് ലേഡിംഗ് ഇപ്പോൾ ക്ലിയർ ആണ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വരുന്ന ഡോക്യുമെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞ് ആ ഒരു ഡോക്യുമെൻ്റ് വഴിയാണ് ഷിപ്മെൻറ്റ് നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബിൽ ഓഫ് എൻട്രി ആണ്. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുമ്പോൾ ആ ഒരു ലാസ്റ്റ് വാക്കിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, എത്തുക എന്നുള്ളതാണ് അല്ലേ. ഒരിടത്തേക്ക് എന്ത് ചെയ്യുക, എൻറ്റർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ ഗുഡ്സ് ഷിപ്പിനെ കയറ്റി, ഷിപ്പ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു, നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് എത്തി. അപ്പോൾ എൻട്രി ആയില്ലേ. അപ്പോൾ അങ്ങനെ ഗുഡ്സ് ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് എത്തുമ്പോൾ ആ എത്തിയ ഗുഡ്സിനെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇന്ന സംഭവങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആരെ അറിയിക്കണം, ഇമ്പോർട്ടറിനെ അറിയിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഈ പറയുന്ന ബിൽ ഓഫ് എൻട്രി. അപ്പോൾ ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം സപ്ലൈഡ് ബൈ കസ്റ്റംസ് ഓഫീസ്. കസ്റ്റംസ് ഓഫീസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നൊരു ഫോമാണ്. ആർക്കാ സപ്ലൈ ചെയ്യുക, ടു ദ ഫോറിൻ ബയർ അല്ലെങ്കിൽ ഇമ്പോർട്ടർ. നമ്മുടെ പുറത്തുള്ള ഏത് രാജ്യത്തേക്കാണോ നമ്മൾ ഈ ഗുഡ്സിനെ വിറ്റത്, ആർക്കാണോ വിറ്റത് ആ ആളിനെയാണല്ലോ നമ്മുടെ ഇമ്പോർട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോറിൻ ബയർ എന്ന് പറയാം. അയാളെ കസ്റ്റംസ് ഓഫീസ് നിന്ന് അറിയിക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് വന്ന ഗുഡ്സ് എന്തെത്തിയിട്ടുണ്ട്, പോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ പോർട്ടിൽ, ഇവിടുത്തെ പോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുന്ന ഒരു ഫോമാണ് ഈ പറയുന്ന ബിൽ ഓഫ് എൻട്രി. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ട് ഡോക്യുമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ കസ്റ്റംസ് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളും മറ്റുമൊക്കെ ഫയൽ ചെയ്യാനും അസസ്മെൻറ്റ് നടത്താനും ഒക്കെ പറ്റത്തുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗുഡ്സിനെ വിട്ടു കിട്ടത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ ബിൽ ഓഫ് എൻട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഫോർ ദി ഇമ്പോർട്ടർ എന്ന് നമുക്ക് പറയാം. ഇനി ഇങ്ങനെ നമ്മുടെ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് ഇമ്പോർട്ടർക്ക് ഈ പറയുന്ന ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന ഫോം സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? അയാളുടെ പേരിൽ ഒരു തരത്തിലുള്ള പോർട്ട് ട്രസ്റ്റ് ഡ്യൂസും ഉണ്ടാവാൻ പാടില്ല. അതായത് പോർട്ട് ട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ പൈസയും ഈ പുള്ളി അടച്ചു തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞ ഇയാൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കസ്റ്റംസ് ഓഫീസിൽ നിന്ന് ഈ ഒരു ഫോം സപ്ലൈ ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഫോം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കസ്റ്റംസ് ഇമ്പോർട്ട് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഫയൽ ചെയ്യാനും അസസ് ചെയ്യാനും പറ്റുള്ളൂ. അത് ചെയ്ത് എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പറയുന്ന പോർട്ട് അതോറിറ്റി ഗുഡ്സ് വിട്ടുകൊടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബിൽ ഓഫ് എൻട്രി. ഓക്കെ, അടുത്തൊരു വാക്ക് എന്ന് പറയുന്ന ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇതിന്റെ ലാസ്റ്റ് വാക്ക് ആലോചിക്കുക, ക്രെഡിറ്റ്, കടം. കടം എന്നുള്ളതാണ് ക്രെഡിറ്റിന്റെ മീനിങ് അല്ലെ. നോർമലി വരുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ കടത്തിന് വിൽക്കുക എന്നൊക്കെയാണ് അല്ലെ മീനിങ് വരിക. അപ്പൊ ക്രെഡിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇവിടെ ആരെ കടമായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? രണ്ടാൾക്കാരുണ്ട്, ഇമ്പോർട്ടറും എക്സ്പോർട്ടറും അല്ലെ. അതില് ഇമ്പോർട്ടർ എന്ന് പറയുന്ന ആളാണ് വാങ്ങിക്കുന്ന ആള്, ബൈ ചെയ്യുന്ന ആൾ അല്ലെ. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? മറ്റേ ആൾക്ക്, നമ്മുടെ എക്സ്പോർട്ടർക്ക് പൈസ കൊടുക്കണം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കടം വരാൻ ചാൻസ് ഉള്ളത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഈ പറയുന്ന ഇമ്പോർട്ടർ പൈസ കൊടുത്തില്ലെങ്കിലാണ് കടം വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ആര് പൈസ തരാനുള്ളത്? ഇമ്പോർട്ടർ. അപ്പൊ ഇമ്പോർട്ടർ എങ്ങാനും നമുക്ക് പൈസ തരാണ്ടിരുന്നു കഴിഞ്ഞാൽ ആര് പണി കിട്ടും? എക്സ്പോർട്ടർക്ക് പണി കിട്ടും. അപ്പൊ അവിടെ ഒരു വേറൊരു രാജ്യത്തുള്ള ഒരാളാണ്, നമുക്ക് അറിയത്ത് പോലും ഇല്ല. അപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടർ അയാളുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇമ്പോർട്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്ക്, ഫോറിൻ രാജ്യത്തുള്ള നമ്മുടെ സാധനം വാങ്ങിക്കാൻ പോകുന്ന ബയ്യർ, അയാളുടെ ബാങ്കിൽ നിന്ന് ഒരു ഗ്യാരണ്ടി ആർക്ക് കൊടുക്കണം? ഈ പറയുന്ന നമ്മുടെ എക്സ്പോർട്ടറുടെ, നമ്മുടെ ഇവിടെയുള്ള എക്സ്പോർട്ടർ സെല് ചെയ്യാൻ പോകുന്ന ആളിന്റെ ബാങ്കിലേക്ക് കൊടുക്കണം. എന്താ പറയേണ്ടുന്നത്? ഇൻ കേസ് ഈ പറഞ്ഞ നമ്മുടെ ഇമ്പോർട്ടർ എങ്ങാനും കറക്റ്റ് ആയിട്ടുള്ള ടൈമിന് പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പേരിലുള്ള ഇന്ന ബാങ്കിലെ ഇന്ന അക്കൗണ്ടിൽ നിന്ന് ആ പൈസ എന്ത് ചെയ്യും? നിങ്ങളുടെ ബാങ്കിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫോം ഓഫ് ഗ്യാരണ്ടി ആണ്. ആരാ ഈ ഗ്യാരണ്ടി കൊടുക്കുക? ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം വാങ്ങിക്കുന്ന നമ്മുടെ ഫോറിൻ ബയറിന്റെ ബാങ്ക് ആണ് ഈ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? എക്സ്പോർട്ടർക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്താ പറയുന്നത്? ഈ പറയുന്ന എക്സ്പോർട്ട് ബിൽസിനകത്ത് കിടക്കുന്ന സ്പെസിഫൈഡ് എമൗണ്ട് ആര് കൊടുത്തോളും? ഈ പറയുന്ന ഇമ്പോർട്ടറുടെ ബാങ്ക് എക്സ്പോർട്ടറുടെ ബാങ്കിന് കൊടുക്കും ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മുടെ എക്സ്പോർട്ടർ പോകത്തുള്ളൂ. കാരണം പൈസ കിട്ടുന്ന അറിഞ്ഞാൽ മാത്രമല്ല ഈ പറയുന്ന ലാർജ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും റിസ്ക് എടുത്ത് ഗുഡ്സ് അയക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇതുണ്ടെങ്കിലേ മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പേര് വായിക്കുമ്പോൾ ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ബാക്കി വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടൂല അല്ലെ. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതുകൂടെ അതൊരു കമ്പൽസറി ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് കമ്പൽസറി ആണ്, ലീഗൽ ആണെന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്തുള്ളത് നമ്മൾ ഈ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് നമ്മുടെ ഡെസ്റ്റിനേഷൻ രാജ്യത്തിലേക്ക് എത്തുവാണ് അല്ലെ. അപ്പൊ ആ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ആ വരുന്ന വെസലിനകത്തുള്ള ഈ ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ സാധനം വിൽക്കുന്നത്, എത്തുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിലാണ് നമ്മുടെ സെല്ലർ ഉള്ളത്, ബയർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇമ്പോർട്ടർ എന്ന് പറയുന്ന ആളുള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയുടെ പോർട്ടിലേക്ക് ഈ ഒരു സാധനം എത്താണ്, ഈ ഒരു ഷിപ്പ് എത്തുന്നു, ഷിപ്പിനകത്തുള്ള നമ്മുടെ സാധനങ്ങൾ എത്താണ്. അങ്ങനെ സാധനങ്ങൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട? കസ്റ്റംസിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു, അതായത് കമ്പൽസറി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. ഇനി ആ ഡോക്യുമെന്റിനകത്ത് ഉള്ളത് എന്താണ്? അങ്ങനെ നമ്മുടെ അമേരിക്കയിലെ പോർട്ടിലേക്ക് എത്തുന്ന ഈ പറയുന്ന ഷിപ്പിനകത്തുള്ള ഗുഡ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഈ ഒരു ഡോക്യുമെന്റ് നോക്കുമ്പോൾ നമ്മുടെ കസ്റ്റംസ് ഒഫീഷ്യൽസിന് മനസ്സിലാകും വരുന്ന സാധനം എന്താണ്, കാർഗോ എന്താണ്,
അതിനകത്ത് എന്ത് പ്രോസസ്സിൽ ഇരിക്കുന്ന സംഭവമാണ്, അതായത് ലിക്വിഡ് ആണോ അതോ ഇനി സോളിഡ് ആണോ, എന്ത് ടൈപ്പിലുള്ളതാണ്, അതുകൂടാതെ അതിന് എന്തൊക്കെ ഡ്യൂട്ടീസും ടാക്സസ് ആണ് ഇതുവരെ ഉണ്ടായിരുന്നത്, ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക, അതേപോലെ ഗുഡ്സ് എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടുന്നത്, ആർക്കാണ് റിലീസ് ചെയ്യേണ്ടുന്നത്, അതുകൂടാതെ എല്ലാ തരത്തിലുള്ള റെഗുലേഷൻസും കംപ്ലയൻസസും, അതായത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടുള്ളൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. അപ്പൊ ഈ പറയുന്ന ഒരു ഡോക്യുമെന്റ് കസ്റ്റംസിൽ ഗുഡ്സ് എത്തുന്നതിന് മുമ്പ് പ്രസന്റ് ചെയ്തിരിക്കണം എന്ന് കമ്പൽസറി ആണ്. എങ്കിൽ മാത്രമേ ഗുഡ്സിനെ അവിടെ ഇറക്കാനായിട്ട് സമ്മതിക്കത്തുപോലുള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഇമ്പോർട്ടർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണോ ക്യാരിയറോ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ വാക്ക് നമ്മുടെ ബിൽ ഓഫ് ലേഡിംഗ് ആയിരുന്നു. ആ വാക്കിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഗുഡ്സിന്റെ ഷിപ്മെന്റുമായിട്ട് റിലേറ്റ്, ഗുഡ്സിനെ ഷിപ്പിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് ഷിപ്പിലേക്ക് കയറ്റുന്ന ഗുഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും, ഇൻക്ലൂഡിംഗ് ദ എക്സ്പോർട്ടർ നെയിം ഓഫ് ദ വെസൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഡെസ്റ്റിനേഷൻ പോർട്ട്, കസ്റ്റംസ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് ബിൽ ഓഫ് എൻട്രി ആണ്. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് എവിടെ എത്തി, നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് എത്തി എന്ന് ആരെ അറിയിക്കാനായിട്ട്, ഇമ്പോർട്ടറിനെ അറിയിക്കാനായിട്ട് കസ്റ്റംസ് ഒഫീഷ്യൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞു. ആ ഒരു ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, ആ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കസ്റ്റംസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഫയൽ ചെയ്യാനും അസസ് ചെയ്യാനും എല്ലാത്തിനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഗുഡ്സ് റിലീസും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. അത് ഇമ്പോർട്ടർക്ക് കസ്റ്റംസ് ഓഫീസ് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അടുത്ത ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടമാന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗ്യാരണ്ടി എന്ന് നമ്മൾ പറഞ്ഞു. ആർക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്? എക്സ്പോർട്ടറുടെ ബാങ്കിന് ഇമ്പോർട്ടറുടെ ബാങ്ക് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ഇൻ കേസ് നമ്മുടെ ഇമ്പോർട്ടർ എങ്ങനെ പൈസ കൊടുത്തില്ലെങ്കിൽ അയാളുടെ പേരിലുള്ള ഇന്ന അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന നിങ്ങളുടെ ബില്ല് അനുസരിച്ചുള്ള ഇത്രയും പൈസ ഞാൻ തരും എന്ന് പറഞ്ഞ് ഇമ്പോർട്ടറുടെ ബാങ്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ഓതറൈസ്ഡ് ഏജന്റോ ക്യാരിയറോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഒരു ഡോക്യുമെന്റ് എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു കാർഗോ ഡെസ്റ്റിനേഷൻ പോർട്ടിൽ എത്തുന്നതിന് മുമ്പേ കസ്റ്റംസ് ഒഫീഷ്യൽസിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ അതൊരു ലീഗൽ ആൻഡ് മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്. ആ ഒരു ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് കസ്റ്റംസ് ഒഫീഷ്യൽസിന് അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുന്നത്. എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ ടാക്സസ് ഉണ്ട്, എന്തൊക്കെ കസ്റ്റംസ് ആണ് അതിൻ്റെ അകത്ത് വരിക, എന്താണ്, ഏത് പ്രോസസ്സിലാണ് ആ ഒരു ഗുഡ്സ് ഇരിക്കുന്നത്, ഏതാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോർട്ട്, എന്താണ് അതിൻ്റെ വാല്യൂ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു 4 ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കുറച്ച് ടേംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അടുത്ത ടേംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.